ഹലോ കൂട്ടുകാരെ, നമ്മൾ +1 കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് IUPAC നീം തന്നാൽ എങ്ങനെ ബോണ്ട് ലൈൻ നൊട്ടേഷൻ വരയ്ക്കാം എന്നാണ്. അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. മീഥൈൽ ഗ്രൂപ്പ് CH3 ആണ്. ഓക്കെ, ഇനി തേർഡ് പൊസിഷനിൽ എന്തുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്? പ്രൊപ്പൈലുണ്ട്. പ്രൊപ്പൈൽ എന്ന് പറഞ്ഞാൽ C3H7 ആണ്. അപ്പോൾ പ്രൊപ്പൈൽ തേർഡ് പൊസിഷനുണ്ട്. ഇനി എങ്ങനത്തെയാണ്? സൈക്ലോഹെക്സൈൻ ആണ്. അപ്പോൾ സൈക്ലോഹെക്സൈൻ വരയ്ക്കുക. സൈക്ലോഹെക്സൈൻ ഇതാണ് സൈക്ലോഹെക്സൈന്. ഇനി എന്താണ്? എവിടൊക്കെയാണ് ബ്രാഞ്ചസ് വരുന്നത്? സബ്സ്റ്റിറ്റ്യൂവൻസ് എവിടൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് പൊസിഷനിൽ മീഥൈൽ ഒരു ലൈൻ വരയ്ക്കുക. ഇനി തേർഡ് പൊസിഷനിൽ എന്താണ്? പ്രൊപ്പൈൽ. 1 2 3 ബോണ്ട് ലൈനാണ് വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. മനസ്സിലായോ? ആദ്യം നോക്കുക ആരൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂവൻസ്, എവിടൊക്കെയാണെന്ന് നോക്കുക. അതിന് ശേഷം സ്ട്രക്ചർ വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് ഹോമോലിറ്റിക് ഫിഷൻ, ഹെട്രോലിറ്റിക് ഫിഷൻ. രണ്ട് ടൈപ്പ് ഫിഷനാണ്, ഹോമോലിറ്റിക് ഫിഷനും ഹെട്രോലിറ്റിക് ഫിഷനും. It is a type of bond fission in which each of the bonded atom gets one of the shared pair of electrons. അതെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ബോണ്ട് ഫിഷൻ ആണ്. ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ബോണ്ട് ചെയ്തിരിക്കുന്ന രണ്ട് ആറ്റത്തിനും ഒരുപോലെ കിട്ടുന്നതാണ് ഹോമോലിറ്റിക് ഫിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബോണ്ട് ഫിഷൻ ഇൻ വിച്ച് ഈച്ച് ഓഫ് ദി ബോണ്ടഡ് ആറ്റം ഗെറ്റ്സ് വൺ ഓഫ് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഹെട്രോലിറ്റിക് ഫിഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. ബോണ്ട് ചെയ്തിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടുകയുള്ളൂ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബോണ്ട് ഫിഷൻ ഇൻ വിച്ച് ബോത്ത് ഓഫ് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് റിമെയിൻ വിത്ത് വൺ ഓഫ് ദി ഫ്രാഗ്മെൻറ്റ്സ്. ഇപ്പോൾ ഹെട്രോലിറ്റിക് ഫിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബോണ്ട് ഫിഷൻ ഇൻ വിച്ച് ബോത്ത് ഓഫ് ദി ഷെയർഡ് ഓഫ് പെയർ ഓഫ് ഇലക്ട്രോൺസ് റിമെയിൻസ് വിത്ത് ദി വൺ ഓഫ് ദി ഫ്രാഗ്മെൻറ്റ്സ്. ഈ ന്യൂക്ലിയോഫൈൽസും ഇലക്ട്രോഫൈൽസും. ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷ്യസ് ആണ് ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത്. ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷ്യസിനെയാണ് ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോഫൈൽസ് ഇറ്റ് ഈസ് എ റിയേജൻറ്റ് ദാറ്റ് ബ്രിങ്സ് ആൻ ഇലക്ട്രോൺ പെയർ. ഇലക്ട്രോൺ പെയറിനെ ബ്രിങ് ചെയ്യുന്ന ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിയേജൻറ്റ് ദാറ്റ് ബ്രിങ്സ് ആൻ ഇലക്ട്രോൺ പെയർ. ന്യൂക്ലിയോഫൈൽസിനെ നമുക്ക് എങ്ങനെ പറയാം? Nucleophiles are electron-rich species attack at electron deficient center. ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷ്യസ് ആണ്. ന്യൂക്ലിയോഫൈൽസ് എവിടാണ് അറ്റാക്ക് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സെൻറ്ററിൽ അറ്റാക്ക് ചെയ്യുന്നവയാണ് ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയോഫൈൽസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? OH-, CN-, NO2-, Cl-, Br-, I-, H2O, NH3, RNH2 ഒക്കെ ന്യൂക്ലിയോഫൈൽസിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഇലക്ട്രോഫൈൽസ്, ഇലക്ട്രോൺ പെയറിനെ എടുത്തുകൊണ്ട് പോകുന്ന റിയേജൻ്റ് ആണ് ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയേജൻറ്റ് ദാറ്റ് ടേക്സ് അവേ ആൻ ഇലക്ട്രോൺ പെയർ. ഓർ അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോഫൈൽസിനെ എങ്ങനെ പറയാം? ഇലക്ട്രോഫൈൽസ് ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷ്യസ് അറ്റാക്ക് അറ്റ് ഇലക്ട്രോൺ റിച്ച് സെൻറ്റർ. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സെൻറ്ററിൽ അറ്റാക്ക് ചെയ്യുന്ന ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷ്യസിനെയാണ് ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സെൻറ്ററിലേക്കും അറ്റാക്ക് നടത്തുന്നത്. എക്സാമ്പിൾ R+, CHO, CO ഒക്കെ ഇലക്ട്രോഫൈൽസിൻ്റെ എക്സാമ്പിളാണ്. ന്യൂക്ലിയോഫൈൽസിൻ്റെ OH-, CN-, NO2- എക്സെട്ര. ഇലക്ട്രോഫൈൽസിൻ്റെ CHO, CO, R+ ഒക്കെ ഇലക്ട്രോഫൈൽസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇത് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന വേറൊരു മെത്തേഡ്സ് ആണ് ഡിസ്റ്റിലേഷനും സ്റ്റീം ഡിസ്റ്റിലേഷനും. ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് വോളറ്റൈൽ ലിക്വിഡ്സ് ഫ്രം നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ദി ലിക്വിഡ്സ് ഹാവിങ് സഫിഷ്യൻറ്റ് ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിൻറ്റ്സ്. ഡിസ്റ്റിലേഷൻ എപ്പോഴാണ് നടത്തുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത് നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റിയിൽ നിന്നും വോളറ്റൈൽ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലിക്വിഡ്സിന് നല്ല രീതിയിൽ അവർ തമ്മിൽ ബോയിലിംഗ് പോയിൻറ്റ്സിൽ സഫിഷ്യൻറ്റ് ഡിഫറൻസ് ഉള്ളപ്പോഴാണ് ഡിസ്റ്റിലേഷൻ നടത്തുന്നത്. The principle of this method is that
liquids having different boiling points vaporizes at different temperature. ലിക്വിഡ്സിന് ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിൻറ്റ്സ് ആണെങ്കിൽ അവർ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും, വ്യത്യസ്തമായ താപനിലയിലായിരിക്കും അവർ വേപ്പറൈസ് ചെയ്യുന്നത്. ദി വേപ്പേഴ്സ് ആർ കൂൾഡ്, ഈ പോയ വേപ്പേഴ്സിനെ തണുപ്പിക്കുന്നു. ആൻഡ് ദി ലിക്വിഡ്സ് ഓഫ് ഫോംഡ് ആർ കളക്റ്റസ്, അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് വോളറ്റൈൽ ലിക്വിഡ്സ് ഫ്രം നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ആൻഡ് the liquids having sufficient difference in their boiling points. The principle of this method is that liquids having different boiling points vaporizes at different temperatures. The vapors are cooled and the liquids are formed are collected separately. ഇനി സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്താണെന്ന് നോക്കാം. This technique is applied to separate substance which are steam volatile and are immiscible with water. ഈ ടെക്നിക്ക് നമ്മൾ സ്റ്റീം വോളറ്റൈലോട്ടുള്ള സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അവർ വാട്ടറിൽ ലയിക്കാത്തവയായിരിക്കും. ഇൻ സ്റ്റീം ഡിസ്റ്റിലേഷൻ നടക്കുമ്പോൾ സ്റ്റീം ഫ്രം എ സ്റ്റീം ജനറേറ്റർ ഈസ് പാസ്ഡ് ത്രൂ എ ഹീറ്റഡ് ഫ്ലാസ്കിലേക്ക് സ്റ്റീം ജനറേറ്ററിൽ നിന്ന് വരുന്ന സ്റ്റീമിനെ കടത്തിവിടുന്നു. കണ്ടെയ്നിങ് ദി ലിക്വിഡ് ടു ബി ഡിസ്റ്റിൽ, ഏത് ലിക്വിഡിനെയാണോ ഡിസ്റ്റിൽ ചെയ്യേണ്ടത് അത് ആ ഹീറ്റഡ് ഫ്ലാസ്കിൽ കാണും. ദി മിക്സ്ചർ ഓഫ് സ്റ്റീം ആൻഡ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് കണ്ടൻസ്ഡ് ആൻഡ് കളക്റ്റഡ്. സ്റ്റീമിൻ്റെയും വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെയും മിക്സ്ചർ നമ്മൾ അവയെ കണ്ടൻസ് ചെയ്യുന്നു, എന്നിട്ട് അവയെ കളക്ട് ചെയ്യുന്നു. ഇത് കോമ്പൗണ്ട് ഈസ് ലേറ്റർ സെപ്പറേറ്റഡ് ഫ്രം വാട്ടർ, പിന്നീട് ആ കോമ്പൗണ്ടിനെ വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു ഈ ഒരു സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച്. അപ്പോൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ദിസ് ടെക്നിക് ഈസ് അപ്ലൈഡ് ടു separate substances which are steam volatile and are immiscible with water. In steam distillation, steam from a steam generator is passed through a heated flask containing the liquid to be distilled. The mixture of steam and volatile organic compound is condensed and collected. The compound is later separated from water using a separating funnel. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ് ഏതൊക്കെയാണ് 4 ടൈപ്പ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ്: ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, റെസൊണൻസ് ഇഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ. ഏതൊക്കെയാണ് 4 ടൈപ്പ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, റെസൊണൻസ് ഇഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അതൊരു പെർമനൻറ്റ് ഇഫക്റ്റാണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റാണ്. അറൈസിങ് ഡ്യൂ ടു ദി ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ത്രൂ എ കാർബൺ ചെയിൻ ഇൻ പ്രസൻസ് ഓഫ് ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം അറ്റാച്ച്ഡ് ടു ദി കാർബൺ ചെയിൻ. സിഗ്മ ഇലക്ട്രോൺസിൻ്റെ ഷിഫ്റ്റിംഗ് ആണ്, ഒരു കാർബൺ ചെയിനിൽ നടക്കുന്ന സിഗ്മ ഇലക്ട്രോൺസിൻ്റെ ഷിഫ്റ്റിംഗ് ആണ് ഒരു ആറ്റമോ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റമോ ഹാവിങ് ഡിഫറെൻറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആറ്റംസോ ഉള്ളപ്പോൾ നടക്കുന്ന സിഗ്മ ഇലക്ട്രോൺസിൻ്റെ ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. അതൊരു പെർമനൻറ്റ് ഇഫക്റ്റ് ആണ്. ദിസ് ഇഫക്റ്റ് പ്രൊപ്പഗേറ്റ്സ് ഓൺലി ത്രൂ സിഗ്മ ബോൺസിന് മാത്രമേ ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് ഇഫക്റ്റ് ആണ്. അറൈസിങ് ഡ്യൂ ടു ദി ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ത്രൂ എ കാർബൺ ചെയിൻ ഇൻ പ്രസൻസ് ഓഫ് ആൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം അറ്റാച്ച്ഡ് ടു കാർബൺ ചെയിൻ. The effect propagates only through sigma bonds. ഇനി ഇലക്ട്രോമെറിക് ഇഫക്റ്റ് രണ്ടാമത്തെയാണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പെയർ ഓഫ് പൈ ഇലക്ട്രോൺസ് ടു വൺ ഓഫ് ദി ആറ്റംസ് ജോയിൻഡ് ബൈ മൾട്ടിപ്പിൾ ബോൺസ് ഇൻ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻറ്റ്. മൾട്ടിപ്പിൾ ബോൺസ്, ഡബിൾ ബോൺസ് ഉള്ള കേസിലാണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കാണപ്പെടുന്നത്. അവിടെ ഒരു ആറ്റത്തിലേക്ക് ഷെയർഡ് ചെയ്തിരിക്കുന്ന പൈ ഇലക്ട്രോൺസ് മൊത്തമായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതാണ് ഇൻ പ്രസൻസ് ഓഫ് അറ്റാക്കിംഗ് റിയേജൻ്റെ പ്രസൻസിൽ. അതാണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. ഇതൊരു ടെമ്പററി ഇഫക്റ്റ് ആണ്. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ബോൺസ് ഉള്ള കോമ്പൗണ്ട്സിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എ ഷെയർഡ് പെയർ ഓഫ് പൈ ഇലക്ട്രോൺസ് ടു വൺ ഓഫ് ദി ആറ്റംസ് ജോയിൻഡ് ബൈ multiple bond in presence of an attacking reagent. It is a temporary effect. It is possible only in compounds containing multiple bonds. അടുത്താണ് റെസൊണൻസ് ഇഫക്റ്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി polarity produced in the molecule by the interaction of two pi bonds or a pi bond and a lone pair of electrons present on an
adjacent atom. ഇത് റെസണൻസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് രണ്ട് പൈബോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അവിടെ ഉണ്ടാകുന്ന പൊളാരിറ്റി, മോളിക്യൂളിൽ ഉണ്ടാകുന്ന പൊളാരിറ്റി, രണ്ട് പൈബോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ മൂലം ഉണ്ടാകുന്ന പൊളാരിറ്റി, അല്ലെങ്കിൽ ഒരു പൈബോണ്ടോ അഡ്ജസൻറ്റ് ആറ്റത്തിലുള്ള ലോൺ പെയറോ തമ്മിൽ ഉണ്ടാകുന്ന പൊളാരിറ്റിയെയാണ് നമ്മൾ റെസണൻസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പൊളാരിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി മോളിക്യൂൾ ബൈ ദി ഇൻട്രാക്ഷൻ ഓഫ് ടു പൈബോൺസ് ഓർ ബിറ്റ്വീൻ എ പൈബോണ്ട് ആൻഡ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഓൺ ആൻ അഡ്ജസൻറ്റ് ആറ്റം. ഇനി ഹൈപ്പർ കോഞ്ചുഗേഷൻ ഇതെന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് ഇഫക്റ്റ് ആണ്. ഇൻ ദിസ് ഇഫക്റ്റ് സിഗ്മ ഇലക്ട്രോൺസ് ഓഫ് CH ബോണ്ട് ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് എൻ്റർ ഇൻ എ പാർഷ്യൽ കോഞ്ചുഗേഷൻ with the unsaturated system or with the unshared p orbital. The sigma electrons of CH bonds get delocalized. ഈ എഫക്റ്റ് CH ബോണ്ടിലുള്ള സിഗ്മ ഇലക്ട്രോൺസ്, ആൽക്കൈൽ ഗ്രൂപ്പിൽ ഉള്ള സിഗ്മ ഇലക്ട്രോൺസ് പാർഷ്യൽ കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അൺഷെയർഡ് ആയിട്ടുള്ള പി ഓർബിറ്റലിലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നു. സിഗ്മ ഇലക്ട്രോൺസ് അവിടെ ഡീലോക്കലൈസ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് എഫക്റ്റ് ദി സിഗ്മ ഇലക്ട്രോൺസ് ഓഫ് CH ബോണ്ട് ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് എൻ്റർ ഇൻ ടു ദി പാർഷ്യൽ കോൺജുഗേഷൻ വിത്ത് ദി അൺസാച്ചുറേറ്റഡ് സിസ്റ്റം, ഒന്നെങ്കിൽ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആയിട്ട് അല്ലെങ്കിൽ ഓർ വിത്ത് ദി അൺഷെയർഡ് പി ഓർബിറ്റൽ. ഇതാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ, ദി സിഗ്മ ഇലക്ട്രോൺസ് ഓഫ് CH ബോണ്ട്സ് ഗെറ്റ് ഡീലോക്കലൈസ്ഡ്. ഇതിനെയാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർ കോൺജുഗേറ്റിൻ്റെ കേസ് വെച്ച് നമ്മളോട് ഇങ്ങനെ ചോദിക്കുക, ഇവരിൽ ആരാണ് കൂടുതൽ സ്റ്റേബിൾ? CH3 ത്രൈസ് C+ ആണ് കൂടുതൽ സ്റ്റേബിൾ. അത് കഴിഞ്ഞ് CH3 ട്വൈസ് CH+ ആണ്. അത് കഴിഞ്ഞ് CH3 CH2+ ആണ്. അത് കഴിഞ്ഞാണ് CH3+ വരുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതിനാണോ കൂടുതൽ അവയ്ക്കായിരിക്കും ഹൈപ്പർ കോൺജുഗേറ്റ് കൂടുതൽ, അവരായിരിക്കും കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ നോക്കിയോളാം, നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻക്രീസസ്, ഹൈപ്പർ കോൺജുഗേഷൻ ഓൾസോ ഇൻക്രീസസ്, ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ. നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് increases, stability increases, stability increases. ഇപ്പോൾ കാർബോക്യാറ്റൈൻ്റെ കേസിൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും ആൻഡ് ഹൈപ്പർ കോൺജുഗേറ്റ് ഇഫക്റ്റും കൂടും. ഹൈപ്പർ കോൺജുഗേറ്റ് ഓൾസോ ഇൻക്രീസസ്. പിന്നെ ഇതിനകത്തൊക്കെ എത്ര കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് വരും? നമ്മുടെ അൺഷെയർഡ് പെയർ ഓഫ് പി ഓർബിറ്റൽസ് എവിടെ ഇരിക്കുന്നത്? ഈ പോസിറ്റീവ് സൈൻ വരുന്ന കാർബൺ ആറ്റത്തിലാണ് അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ അൺഷെയർഡ് അല്ലെങ്കിൽ empty ആയിരിക്കുന്ന പി ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ CH3+, ഈ CH3+ തന്നെയാണ് അൺഷെയർഡ് പെയർ ഓഫ് ഓർബിറ്റൽ ഇരിക്കുന്നത്. അവിടത്തേക്ക് ഫില്ലാവാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഹൈഡ്രജനിൽ നിന്ന് വരാനുണ്ടോ? വേറെ ഏതെങ്കിലും കാർബൺ ആറ്റം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എത്ര ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്? 0. അടുത്ത് നോക്കൂ, ഇവിടെ CH2+. അപ്പോൾ ഇവിടെ ആണ് അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് ഫില്ലാവാൻ വേണ്ടി എവിടെ നിന്നൊക്കെ വാങ്ങാം? ഈ CH3 ഓരോ ഹൈഡ്രജനിൽ നിന്നും വാങ്ങാം. അപ്പോൾ ഇവിടെ മൊത്തം എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്? 3 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. ഇനി ഇത് നോക്കൂ, CH3 ട്വൈസ് CH+. ഇവിടെ CHലാണ് അൺഷെയർഡ് പി ഓർബിറ്റിൽ ഇരിക്കുന്നത്, empty ആയിട്ടുള്ളത്. അത് ഫില്ലാവാൻ ഇലക്ട്രോൺസ് എവിടെ നിന്നൊക്കെ വാങ്ങാം? ഈ CH3 6 ഹൈഡ്രജനിൽ നിന്ന് വാങ്ങാം അല്ലേ? അപ്പോൾ എത്ര ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്? 6 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. അതുപോലെ തന്നെ CH3 ത്രൈസ് C+. അപ്പോൾ ഇവിടെ സിയിലാണ് empty പി ഓർബിറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഫില്ലാവാൻ ഇലക്ട്രോൺസ് ഈ ഇവിടുത്തെ 9 ഹൈഡ്രജനിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അങ്ങനെ 9 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് കൂടുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടുന്നു, ഹൈപ്പർ കോൺജുഗേഷനും കൂടുന്നു.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. താങ്ക്